വേറിട്ടതും മികച്ചതുമായ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ നാട്ടുകാർ നെഞ്ചേറ്റിയ കൂട്ടായ്മയാണ് കൂടത്തുംപാറയിലെ ജനമൈത്രി. ജനമൈത്രി കൂടത്തുംപാറ സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സാംസ്കാരികതയുടെയും ഉന്നത മൂല്യങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന ഈ ഗ്രാമീണ മനസ്സിന് ഇന്നും അതേ തെളിമയുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ നാട്ടുകാർ ഒരുമിച്ചാണ് എല്ലാം നേരിട്ടിരുന്നത്. അതുതന്നെയാണ് ജനമൈത്രിയുടെ ആവിർഭാവത്തിനും ആധാരവും. 17/6/2000 അന്നായിരുന്നു കൂടത്തിൽ ജാനകിയെടുത്തി മരിച്ചത്. വിഷമവേളയിൽ ആ കുടുംബത്തിൻ്റെ ആളും അർത്ഥവും കൊണ്ട് സഹായിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൗത്യം അവിടെ എത്തിയവർ ഏറ്റെടുത്തു. 100 രൂപ തന്നുകൊണ്ട് 82 ആളുകൾ മുന്നോട്ട് വന്നു. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ കുറച്ചു പണം ബാക്കി വന്നു. അന്ന് വൈകുന്നേരം നാട്ടുകാരുടെ ഒരു ഒത്തുകൂടൽ നടന്നു. ബാക്കി വന്ന പണം എന്താണ് ചെയ്യേണ്ടത് എന്നതായിരുന്നു ചർച്ച. ആ ചർച്ചകളിൽ കൂടി ഉരുത്തിരിഞ്ഞു വന്നതാണ് ജനകീയ കൂട്ടായ്മയുടെ ജനമൈത്രി. ആ തുടക്കം ചെറുതായിരുന്നെങ്കിലും അതിൻ്റെ സ്വാധീനം വലിയതായിരുന്നു. അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആ സംഭാവനയുടെ പ്രചോദനം ഗ്രാമത്തിലെ മഹത്തായ കൂട്ടായ്മയായി വളർന്നു. ജനങ്ങളുടെ ആശ്വാസമായി നിലകൊള്ളാൻ ഒരു സമൂഹമെന്ന നിലയിൽ ജനമൈത്രി മാറി. ജനമൈത്രിയുടെ പരിധി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 1, 3, 21 വാർഡുകളിൽ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളാൽ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. കൂട്ടായ്മയ്ക്ക് പേരുകേട്ട പ്രദേശത്ത് മരണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ ജനങ്ങളെ എല്ലാവിധത്തിലും സഹായിക്കുകയെന്നതാണ് ലക്ഷ്യം. നഷ്ടപ്പെടലിൻ്റെ വേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കൈത്താങ്ങാണ് ജനമൈത്രി. നാടിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തരൂപം. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ ഒരു നിയമാവലി ഉണ്ടാക്കുകയും 2001 ജൂൺ 26 സെക്രട്ടറി എന്ന നിലയിൽ ശ്രീ TK കിഷോർ കുമാർ 1860 21ാം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന് വിധേയമായി ജില്ലാ രജിസ്ട്രാറിനു നൽകിയ അപേക്ഷ സ്വീകരിച്ചു. 390/2001 നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. നിയമാവലി അനുസരിച്ച് രൂപീകൃതമായ ആദ്യ കമ്മിറ്റി പ്രസിഡന്റ് MM പവിത്രൻ, വൈസ് പ്രസിഡന്റ് കൂടത്തിൽ അച്യുതൻ, സെക്രട്ടറി കിഷോർ കുമാർ TK, ജോയിന്റ് സെക്രട്ടറി മേങ്ങോണമെത്തൽ രാജൻ, ഗജാൻജി ചുള്ളിയോട്ട് വേണുഗോപാലൻ. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മേങ്ങോണമെത്തൽ സുകുമാരൻ, MP കനകറായി, MM ഭാസ്കരൻ, MM ശശിധരൻ, K മുസ്തഫ കളക്കണ്ടിപ്പറമ്പ്, K വാസുദേവൻ. ഓഡിറ്റേഴ്സ് ചുള്ളിയോട്ട് ശിവദാസൻ, MM സഞ്ജയൻ. ചടങ്ങുകൾക്ക് വ്യത്യസ്ത വിവിധ ആചാരക്രമങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് സന്തപ്ത കുടുംബത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് സംസ്കാരം നടത്താറ്. ചടങ്ങുകൾക്ക് ആവശ്യാനുസരണം തോർത്ത്, പൂജാദ്രവ്യങ്ങൾ, ശരീരശുദ്ധി വരുത്താനുള്ള മേശ, ആംബുലൻസ് സേവനം, സംസ്കാരത്തിന് ശേഷമുള്ള ചായയും ഭക്ഷണവും, കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണത്തിനായി അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവയും ജനമൈത്രി സ്വന്തം ചെലവിൽ ഉറപ്പുവരുത്തുന്നു. ജനമൈത്രി അംഗങ്ങളുടെ സജീവ സേവനവും ഈ കാലയളവിൽ ഉറപ്പുവരുത്തുന്നു. അംഗങ്ങളിൽ നിന്നുള്ള വാർഷിക വരിസംഖ്യയായ 100 രൂപയായിരുന്നു ആദ്യകാല ഏക വരുമാന സ്രോതസ്. പക്ഷേ അതുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ കുറി തുടങ്ങുകയായി. അതിൽ നിന്നുള്ള മിച്ചവും ചില മെമ്പർമാരുടെയും കുറേ നാട്ടുകാരുടെയും പ്രത്യേക സഹായങ്ങളും സ്വരൂപിച്ചാണ് ഇന്നത്തെ ഈ കെട്ടിടം ഞങ്ങൾ രൂപപ്പെടുത്തിയത്. നാട്ടുകാരുടെ വലിയ സഹായമാണ് ഈ പ്രവർത്തനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സന്നദ്ധ സാമൂഹ്യ സംഘടനകൾ നൽകുന്ന പിന്തുണയും സഹകരണവുമാണ് ഈ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്നത്. 29/12/2013 അവയവദാനം മഹാദാനം എന്ന വിഷയത്തെപ്പറ്റി നടത്തിയ ബോധവൽക്കരണ പരിപാടിയും പിന്നീട് നടന്ന അവയവദാന പ്രോത്സാഹന പ്രചാരണവും നാട്ടിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. 60 നേത്രദാന സാക്ഷ്യപത്രങ്ങൾ ജനമൈത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൈമാറി. അവയവദാനം മഹാദാനം എന്ന മഹത്തായ മാനവികത സ്നേഹത്തിൻ്റെ മഹനീയ മാതൃകകളാണ്. ശ്രീ ചുള്ളിയോട്ട് വിവേകാനന്ദൻ, ശ്രീമതി മൂപ്പണമേത്തൽ കമലാക്ഷി, ശ്രീ കൂടത്തിൽ ഗോപാലൻ, ശ്രീ MM സുനിൽകുമാർ. മരണാനന്തരം ശ്രീ വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം, വൃക്ക, നേത്രം എന്നിവ ദാനം ചെയ്തു. മറ്റുള്ളവർ നേത്രദാനവും. മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ ശ്രീ വിവേകാനന്ദൻ്റെ സേവനം എന്നും അനുകരണീയ മാതൃകയാണ്. 27/2/2022 അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആദരിക്കാൻ ജനമൈത്രി നടത്തിയ ചടങ്ങിൽ നാടൊഴുകിയെത്തി. കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ പറശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് ശാരുതി,
കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജേന്ദ്രൻ, രാഷ്ട്രീയ നേതാക്കൾ, പൗരപ്രമുഖർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടിൻ്റെ ഒരുമയും നിർലോഭമായ സഹകരണവും ഈ പ്രവർത്തനത്തെ കൂടുതൽ ശ്രേഷ്ഠകരമാക്കുന്നു. 101 മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിനുവേണ്ട ചെലവുകളും സംഘടന വഹിച്ചു. ഈ കാലയളവിൽ 18 ജനറൽ ബോഡി യോഗങ്ങളും 182 എക്സിക്യൂട്ടീവ് യോഗങ്ങളും നടത്തിയിട്ടുണ്ട്. ആകെ അംഗങ്ങൾ 152 കുടുംബങ്ങൾ. ഗ്രാമീണ വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പരിചരണ സൗകര്യവും നൽകുന്ന ഒരു കേന്ദ്രം സ്ഥാപിക്കുക എന്നത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ആ സ്വപ്നത്തിലേക്കാണ് മേങ്ങോണമിത്തൽ സഞ്ജയൻ മാസ്റ്റർ അകാലത്തിൽ വേർപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ MS വിഷ്ണുവിൻ്റെ സ്മരണയ്ക്കായി 1.5 സെന്റ് സ്ഥലം ജനമൈത്രിക്ക് ദാനമായി നൽകുന്നത്. അവിടെ ജനമൈത്രിയുടെ MS വിഷ്ണു സ്മാരക ആസ്ഥാന മന്ദിരവും ആരോഗ്യ പരിരക്ഷയും പരിചരണ സൗകര്യവും നൽകുന്ന ഒരു കേന്ദ്രം നിർമ്മിച്ചു കഴിഞ്ഞു. കാരുണ്യം സാമൂഹ്യ സേവന സംരംഭം റോട്ടറി കാലിക്കറ്റ് സെൻട്രൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലയിലെ സഹകരണത്തിനും സ്വയം ശാക്തീകരണത്തിനും വേണ്ടി ജനമൈത്രി കൂടത്തുംപാറയുമായി ചേർന്ന് കാരുണ്യം റോട്ടറി കമ്മ്യൂണിറ്റി കോർ ജനമൈത്രി ആസ്ഥാന മന്ദിരത്തിൽ തുടക്കം കുറിക്കുന്നു. വയോജന പരിചരണം, യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനത്തിന് പ്രത്യേക ക്യാമ്പുകൾ, പരിശീലനങ്ങൾ, ആരോഗ്യമേഖലയിലും ശുചിത്വരംഗത്തും ജനങ്ങളെ സജ്ജരാക്കൽ, സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേകം ഊന്നൽ, ഗ്രാമത്തിനു വേണ്ടിയുള്ള നാട്ടുകാരോടൊപ്പം നടത്തുന്ന ഒരു സേവനവേദിയാണ് കാരുണ്യം റോട്ടറി കമ്മ്യൂണിറ്റി കോർ. ഗ്രാമത്തിലെ സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ സജീവ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഗ്രാമവാസികൾക്ക് നേരിട്ട് പ്രയോജനമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഈ ഉദ്യമത്തിൻ്റെ ലക്ഷ്യം. ഓഗസ്റ്റ് 10 രാവിലെ 10:30 ബഹുമാനപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ഡോക്ടർ KG സജിത് കുമാർ ഈ സദുദ്യമം നാടിനു സമർപ്പിക്കുന്നു. ഒപ്പം റോട്ടറി കാലിക്കറ്റ് സെൻട്രൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലയിലെ സഹകരണത്തിനും സ്വയം ശാക്തീകരണത്തിനും വേണ്ടി ജനമൈത്രി കൂടത്തുംപാറയുമായി ചേർന്ന് കാരുണ്യം റോട്ടറി കമ്മ്യൂണിറ്റി കോർ ജനമൈത്രി ആസ്ഥാന മന്ദിരത്തിൽ തുടക്കവും കുറിക്കുന്നു. ജനമൈത്രി ജനപരിരക്ഷ പദ്ധതി, കിടപ്പുരോഗികൾ, പ്രത്യേക ജീവൻ രക്ഷാ സംവിധാനങ്ങൾ, സേവനങ്ങൾ വേണ്ട രോഗികൾ എന്നിവർക്കുള്ള ആനുകൂല്യങ്ങൾ പ്രാഥമികമായി മെമ്പർ കുടുംബങ്ങൾക്കും ജനമൈത്രി അതിർത്തിക്കകത്ത് നിലവിലുള്ള കുടുംബങ്ങൾക്കും ലഭ്യമാവുന്നതാണ്. ഒന്നിലധികം അപേക്ഷകരുണ്ടെങ്കിൽ രോഗിയുടെ രോഗത്തിൻ്റെ തീവ്രതയാവും കണക്കിലെടുക്കുക. ജനമൈത്രി കൂടത്തുംപാറ.